സംയമി ജീവിതത്തിൽ ഇന്ന് പറയുന്നത് സ്വന്തം ജീവിതത്തെക്കുറിച്ചാണ്. അതേപോലെ തന്നെ കേൾക്കുന്നവരുടെ ജീവിതത്തെക്കുറിച്ചും ആണ്. സ്വന്തം ജീവിതത്തിലെ ടൈം ഒരു 5 മിനിറ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ നമുക്ക് കിട്ടില്ല. 5 മിനിറ്റും കൂടി ജീവിച്ചിരിക്കണം എന്നൊരാഗ്രഹം പ്രകൃതിയോട് പറഞ്ഞാൽ പ്രകൃതി കേൾക്കില്ല. 5 മിനിറ്റ് നേരത്തെ പോകണമെന്ന് പറഞ്ഞാലും നടക്കില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്തെ നാം ഒന്ന് ഷെഡ്യൂൾ ചെയ്യണം. എങ്ങനെയൊക്കെയാണ് രാവിലെ നമുക്ക് ജീവിതം? ഉച്ചവരെ എങ്ങനെ, വൈകുന്നേരം വരെ എങ്ങനെ എന്ന്. ഈ ആശയം എനിക്ക് ആദ്യം കിട്ടിയത് പണ്ട് തിരുവനന്തപുരത്ത് 1970 ആകാശവാണിയിൽ നാടകങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന RV പോറ്റി എന്നൊരു ഉദ്യോഗസ്ഥൻ റേഡിയോവിൽ ഓരോന്നും എങ്ങനെ ഷെഡ്യൂൾ ചെയ്യണമെന്ന് കണ്ട് ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ള വാക്കുമായിട്ട് അന്നാണ് പരിചയപ്പെടുന്നത്. റേഡിയോയിൽ പല പരിപാടികളുണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് ഷെഡ്യൂൾ മാറ്റും. രാവിലെ 6:30 വചനാമൃതമാണെങ്കിൽ പിന്നീട് അത് 6-നാക്കും. നാടകത്തിൻ്റെ സമയം മാറ്റും. എങ്ങനെ പോയാലും അന്നേ ജീവിതത്തിൽ തോന്നി, ജീവിതത്തിലെ രാവിലെ മുതൽക്കുള്ള സമയം രാത്രി ഉറങ്ങുന്നത് വരെ നാം കൃത്യമായി ഷെഡ്യൂൾ ചെയ്യുക തന്നെ വേണം. ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഷെഡ്യൂൾ ചെയ്യാതെ വെറുതെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു പോയി മൈതാനത്തിൽ കുട്ടികൾ കളിക്കണം നോക്കിക്കൊണ്ട് വന്നു, അവരുടെ ജീവിതത്തിൽ വലിയ അച്ചീവ്മെൻ്റ് ഉണ്ടാകുകയില്ല. അങ്ങനെ നോക്കാറില്ല. രാവിലെ ഉച്ചയ്ക്ക് നടന്നു, വെറുതെ നടന്നു, കണ്ടപ്പോൾ. അതിന് പകരം എണീറ്റ മുതൽക്ക് നമ്മളുടെ ഓരോ കാര്യവും എത്ര മിനിറ്റ് എന്നുള്ളത് എല്ലാവരും മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്യണം. അപ്പം ഉണ്ടാകുന്ന പുരോഗതി. പല കുട്ടികളും അവരുടെ ജീവിതം നമുക്ക് മാതൃക കാണിക്കുന്നത്. എനിക്കിപ്പോൾ സംസാരിക്കാൻ നേരമില്ല അങ്കിൾ എന്ന് പറഞ്ഞ കുട്ടികളുണ്ട്. അവരുടെ ഷെഡ്യൂൾഡ് ടൈമുണ്ട്, കളിക്കാൻ സമയമുണ്ട്. കളി വേണ്ട എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സിനിമ കാണാൻ സമയം വേണം, സർക്കസ് കാണണം, ഒന്നും വേണ്ട എന്നല്ല. പക്ഷെ രാവിലെ എത്ര മണിക്ക് എണീക്കും? ഈ ഒരു ഗുണം അന്ന് ആകാശവാണിയായിട്ട് ബന്ധപ്പെട്ടിട്ട് രാവിലെ ഉറക്കമെണീക്കുമ്പോൾ മുതൽക്ക് എത്ര മണിക്കാണ് ഓഫീസിൽ പോകേണ്ടത്? അന്ന് ജോലി ഉണ്ടായിരുന്നു, പ്രോഗ്രാം ഉണ്ട് ഓഫീസിൽ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനെ കുളിക്കാൻ ഉള്ള സമയമൊക്കെ നോക്കി ഒക്കെ മാറ്റി വെച്ചാൽ എത്ര ടൈം നമുക്ക് കിട്ടും? അപ്പോൾ 1 മണിക്കൂർ നമുക്ക് കിട്ടുന്ന രീതിയിൽ ഷെഡ്യൂൾ ചെയ്താൽ ആ 1 മണിക്കൂർ എഴുതാം. വൈകുന്നേരം ഓഫീസ് വിട്ടാൽ നടക്കാൻ എത്ര മണിക്കൂർ? വൈകുന്നേരത്തെ ആ ഈവനിങ് വാക്ക് എന്നുള്ളത് ഞാൻ ഇപ്പോഴും മുടക്കിയിട്ടില്ല. നടക്കാൻ എത്ര സമയം വേണ്ടി വരും? ആ സമയം കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ആഹാരത്തിൻ്റെ സമയം എത്ര മണിക്കൂർ എഴുതാൻ കഴിയും? ചിലപ്പോൾ ചിന്തിക്കും, എഴുതിയ പുസ്തകങ്ങൾ തന്നെ കാണുമ്പോൾ ഇതൊക്കെ ഒന്ന് പകർത്തി വന്നെങ്കിൽ 20 കൊല്ലം വേണം. ഇവിടുന്ന് ഇത്രയും സമയം ഉണ്ടാക്കിയത് എല്ലാവർക്കും ഒപ്പമാണ് ദൈവം സമയം തരുന്നത്. ആ സമയം തരുമ്പോൾ ഫലിതബോധം വേണം, തമാശ പറയണം, ചിരിക്കണം, കുടുംബാംഗങ്ങളോടൊത്ത് നമ്മൾ പെരുമാറണം. ഇതിങ്ങനെ കടലാസിൽ എഴുതിയിട്ട് ഷെഡ്യൂൾ ചെയ്യുക എന്നല്ല പറഞ്ഞതിനെ പറ്റി ഒരു ധാരണ നമുക്ക് ഉണ്ടാകണം. പല വ്യക്തികളായിട്ട് നമുക്ക് സംസാരിക്കേണ്ടി വരും. ആ സംസാരിക്കുന്നത് ആരോട് എത്ര മിനിറ്റ്
എന്നുള്ളത് നാം ഒന്ന് മുൻകൂട്ടി നിശ്ചയിക്കുന്നത് നല്ലതാണ്. നമുക്ക് വലിയ കാര്യങ്ങൾ പറഞ്ഞു തരാവുന്ന വ്യക്തികളുടെ കാര്യത്തിലാണ് പറയുന്നത്. സമീപകാലത്ത് മാങ്കാവിൽ എൻ്റെ അയൽവാസിയായിട്ടുള്ള ഡോക്ടർ സുശീല രവീന്ദ്രനാഥ്, ചിന്മയ മിഷൻ മുതൽക്ക് അനവധി സംഘടനകളായിട്ടുള്ള കണക്ഷനുള്ള ആത്മീയമായിട്ട് വളരെ പുരോഗമിച്ച ഒരു വ്യക്തിത്വമാണ് അവരുടേത്. അവർ പറഞ്ഞു, രാവിലത്തെ മോർണിംഗ് സമയത്തിൽ നാം മെഡിറ്റേഷന് പ്രാധാന്യം കൊടുക്കണം. ഇതിൻ്റെ അർത്ഥം രാവിലെ എണീറ്റ് അങ്ങനെ മെഡിറ്റേഷൻ ഇരുന്നു എന്നുള്ളതല്ല. നിങ്ങൾ എന്തോ ജീവിതം എന്തോ ആവട്ടെ, രാവിലെ എണീറ്റാൽ ഇന്നത്തെ ദിവസം എനിക്ക് ദൈവം ആയുസ് തന്നിരിക്കുകയാണല്ലോ, ദൈവത്തോട് നന്ദി പറയണ്ടേ. ആ ദൈവത്തോട് നന്ദി പറയുന്നതൊക്കെ മെഡിറ്റേഷൻ്റെ ഒരു ഭാഗമാണ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിടത്ത് ഇങ്ങനെ കണ്ണടച്ച് പൂജാമുറിയിൽ ഇരിക്കണം എന്നല്ല. ധന്യമീ ജീവിതത്തിൽ ഒരു തവണ ഞാൻ എൻ്റെ സ്വകാര്യ മുറിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ഭാര്യ പറഞ്ഞു, എവിടെ ഞാൻ കാണാറൊന്നുമില്ല, എവിടെയൊക്കെ ഉണ്ടാവാറുണ്ട്. അവൾ പറഞ്ഞു, ശരിയാണ്, ഇത് നമ്മളൊരു സ്വകാര്യ വിഷയമാണ് മെഡിറ്റേഷൻ എന്നുള്ളത്. അത് ഏത് സമയത്തും നമുക്കാവാം. ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇഷ്ടദേവതയുമായിട്ട് നാം ചേർന്ന് കാര്യങ്ങൾ ചെയ്യുക. പല്ല് തേക്കുന്നത് മുതൽക്ക് ഓരോരോ കാര്യവും നമുക്കങ്ങനെ ചെയ്യാം. കുളിക്കുമ്പോൾ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ, ഇങ്ങനെ രാവിലത്തെ സമയത്തിന് മെഡിറ്റേഷന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. പൂജാമുറി പൂട്ട് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ല മെഡിറ്റേഷൻ. പ്രകൃതിയെ കാണുമ്പോഴൊക്കെ ഇതിൽ കടക്കും. ദേവാലയ നഗരങ്ങളിൽ പോയിട്ട് താമസിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സൗകര്യമുണ്ട്. അല്ലാത്തപ്പോഴും ഒരു ഉച്ച വരെയുള്ള ഒരു 11 മണി വരെ, അത് കഴിഞ്ഞാൽ നമ്മൾ സജീവമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിനെ എപ്പോഴും ഒരേ മണ്ഡലത്തിൽ നിർത്താൻ കഴിയില്ല. പക്ഷെ പ്രഭാതത്തിൽ മെഡിറ്റേഷൻ മൂഡ് ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മളെ ജോലിയെ കഴിഞ്ഞു, ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം സമയം ഓറ ക്ലീനിങ് അതായിരിക്കണം. നമ്മുടെ ചുറ്റും ഒരു പ്രകാശവലയം ഉണ്ട്. സകല വസ്തുക്കളുടെ ചുറ്റുമുണ്ട്, വൃക്ഷങ്ങളുടെ ചുറ്റുമുണ്ട്, പക്ഷികളുടെ ചുറ്റുമുണ്ട്, നാം കാണുന്ന എല്ലാവരിലും ഉള്ളത്. മനുഷ്യരിൽ അത് കുറച്ചും കൂടി ശക്തമാണ്. അതിനെപ്പറ്റി മനസ്സിലാക്കിയവർക്ക് ആ ഓറയെക്കുറിച്ച്, അവനവൻ്റെ ഓറയെ മനസ്സിലാക്കാം. മറ്റൊരാളെ കാണുമ്പോഴും ഇപ്പോൾ അദ്ദേഹത്തിന് അബദ്ധമാണല്ലോ, ഇപ്പം ചീത്തകാലമാണല്ലോ, അദ്ദേഹം ഇപ്പോൾ കോഴിക്കോടൻ ഭാഷ പറഞ്ഞാൽ അത്തും പൊത്തും പറയൽ തുടങ്ങിയല്ലോ, നമുക്ക് മനസ്സിലാവും. നമ്മുടെ ചുറ്റുമുള്ള ഓറ ക്ലീനിങ് എവിടെയെങ്കിലും അബദ്ധം പറ്റിയോ? ആരോടെങ്കിലും പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ ഒരു വാക്ക് കൂടുതലായി പോയോ? ഒരു വാക്ക് കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ തിരുത്തണം. അവനവൻ്റെ ചുറ്റുമുള്ള ആ പ്രകാശത്തെ നാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ആ വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും, നാം ആജ്ഞാപിക്കുമ്പോൾ ഒരാൾ കേൾക്കുന്നുണ്ട്, നമ്മളെ കാണുമ്പോൾ ഒരാൾ ഇരിക്കാൻ സ്ഥലം തരുന്നുണ്ട്, ചുറ്റുമുള്ള ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്, നമുക്കറിയാൻ കഴിയും. വൈകുന്നേരങ്ങളിൽ നടക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഓറ ക്ലീനിങ്, നാട്ടുകാരോട് ഇത് പറയുന്നതും വേണ്ട, ഞാൻ ഇങ്ങനെയാണോ കേട്ടോ എന്ന്. ആ ഓറ ക്ലീനിങ് ഇന്നത്തെ ദിവസം പറയുമ്പോൾ ചിലവരോട് ചില വരി കൂടിയോ, വരി വെച്ചാൽ ചിലവരത് പറയണ്ടായിരുന്നു. ഇന്ന ആൾ തർക്കിക്കുന്ന സ്വഭാവക്കാരനൊരാൾ ഉണ്ട്, എൻ്റെ ബന്ധുക്കാരനാണ്. എന്ത് പറഞ്ഞാലും അങ്ങനെയല്ല എന്ന് പറയുന്ന
വളരെ വേണ്ടപ്പെട്ട ബന്ധുക്കളെ ഒഴിവാക്കാൻ പറ്റുമോ ജീവിതത്തിൽ? അറിയാതെ 2 വരി ഞാൻ പറഞ്ഞു. 2 വരി വെച്ചാൽ ലോകകാര്യം കേട്ടോ, വേറൊന്നുമല്ല. ഉടനെ പരിഹസിച്ചും കൊണ്ട് മറുപടി പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല, എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റി. അദ്ദേഹത്തെ എനിക്കറിയാമല്ലോ എത്രയോ കൊല്ലമായിട്ട്. അപ്പം അങ്ങനെ പറയണ്ടായിരുന്നല്ലോ. ഇതൊക്കെ ഓറ ക്ലീനിങ്ങിൻ്റെ ഒരു ഭാഗം ആണ്. അത് കഴിഞ്ഞ് രാത്രിയിലത്തെ ആഹാരം കഴിഞ്ഞിട്ട് പിന്നീട് ഉറങ്ങുന്ന വരെ പ്രാർത്ഥനയ്ക്കുള്ള സമയം, പ്രാർത്ഥനയ്ക്കൊരു പ്രാധാന്യം കൊടുക്കണം. നല്ല പാട്ടുകൾ കേൾക്കുമ്പോഴും അത് പ്രാർത്ഥനയുടെ ഒരു ഭാഗം ആണ്. പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുക എന്നല്ല. ഈ ജീവിതം എന്തോ ആകട്ടെ, ആ ജീവിതത്തെ നാം ഷെഡ്യൂൾ ചെയ്യുമ്പോൾ, എനിക്കിടയ്ക്ക് പറ്റുന്നൊരു മണ്ടത്തരം പറയാം, ആരെ കണ്ടാലും എപ്പോഴാണ് ചെയ്യുക, എങ്ങനെ ചെയ്യുക, എപ്പോഴാണ് എണീക്കുക എന്നൊക്കെ ചോദിക്കണം. എന്താ വെച്ചാൽ പലതും ഷെഡ്യൂൾ ചെയ്യാൻ സമയം ജീവിതത്തിൽ കാണുന്നില്ല. വേറെ ആളുടെ സമയം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ചോദിക്കുന്ന രഹസ്യം, എനിക്കിപ്പോൾ അതിനൊന്നും സമയം കിട്ടുന്നില്ലല്ലോ, നിങ്ങൾ എപ്പോഴാണ് ചെയ്യുന്നത്? എൻ്റെ ജീവിതത്തിൽ സമയം കൂട്ടാൻ പറ്റുമോ? നമുക്കാർക്കെങ്കിലും ഉള്ള സമയമേ പറ്റുമോ? അതുകൊണ്ട് ഈ ഒരു ധാരണ ഈ ഡോക്ടർ സുശീല രവീന്ദ്രനാഥുമായിട്ട് സംസാരിച്ചപ്പോൾ, സത്സംഗത്തിന് പറ്റിയ ഒരു വ്യക്തിയാണ് അവർ സംഭാഷണ മധ്യേ പറഞ്ഞത് എന്നെ സ്വാധീനിച്ചു. അവർ പറഞ്ഞത് രാവിലത്തെ ഒരു മൂഡ് പ്രാർത്ഥനാ മൂഡാവണം, വൈകുന്നേരം ഓറ ക്ലിയർ ചെയ്യണം. മെഡിറ്റേഷനും ഓറ ക്ലീനിങ്ങും പ്രാർത്ഥനകളോടുള്ള ഒരു താല്പര്യം കൂടി ചേരുമ്പോൾ കുറേ കൂടി ജീവിതം സുഖകരമാവും. ശ്രോതാക്കൾക്ക് നന്മ ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.